സിനിമാ പ്രേമികൾ ആവേശത്തോടെ കാത്തിരുന്നൊരു കൂട്ടുകെട്ടാണ് സൂര്യയുടെയും അമൽ നീരദിൻ്റെയും. ഇരുവരും ഒരു സിനിമയ്ക്കായി ഒരുമിക്കുമെന്ന റിപ്പോർട്ടുകൾ ചർച്ചയാക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. 2021 മുതൽ തന്നെ സൂര്യ അമൽ നീരദ് സിനിമയെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങളും റിപ്പോർട്ടുകളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു. ഇപ്പോഴിതാ സിനിമയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. സൂര്യയും അമൽ നീരദും ഒന്നിക്കുമെന്നാണ് ഏതാണ്ട് ഉറപ്പായെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. തമിഴിലും മലയാളത്തിലുമായി ഒരുങ്ങുന്ന സിനിമയായിരിക്കും ഇതെന്ന് ലൈറ്റ് OTT ഗ്ലോബൽ റിപ്പോർട്ട് ചെയ്യുന്നു. സിനിമയുടെ ചിത്രീകരണം 40 ദിവസം കൊണ്ട് പൂർത്തിയാക്കുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. അതേസമയം അമൽ നീരദും സൂര്യയും ഒരു സിനിമയ്ക്കായി ഒരുമിക്കുന്നെന്നും അതൊരു മമ്മൂട്ടി സിനിമയുടെ റീമേക്ക് ആയിരിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ ചർച്ചയായിരുന്നു. മുമ്പൊരിക്കൽ ഒരു സിനിമയുടെ പ്രൊമോഷന് വേണ്ടി കേരളത്തിൽ വന്നപ്പോൾ സൂര്യ തന്നെ ഇതിനെക്കുറിച്ച് സൂചന നൽകിയിരുന്നു. കാതലിൻ്റെ പ്രൊമോഷന് തൻ്റെ സിനിമ മൃഗയ സൂര്യയ്ക്ക് റീമേക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് മമ്മൂട്ടിയും പറഞ്ഞിരുന്നു. അമൽനീരദ് സൂര്യ സിനിമയുടെ ചർച്ചകൾ നടക്കുന്നതായി സബിൻ ഷാഹിർ നേരത്തെ നൽകിയൊരു അഭിമുഖത്തിൽ പരാമർശിക്കപ്പെട്ടിരുന്നു. എല്ലാം കൂട്ടിച്ചേർത്ത് വായിച്ച സോഷ്യൽ മീഡിയ സൂര്യയും അമൽനീരദും ചേർന്ന് മൃഗയെ റീമേക്ക് ചെയ്യാൻ ആലോചിക്കുന്നു എന്ന അനുമാനത്തിലേക്ക് എത്തിയിരിക്കുകയായിരുന്നു. മമ്മൂട്ടി നായകനാക്കി ഐ.വി. സംവിധാനം ചെയ്ത സിനിമയാണ് മൃഗയ. മമ്മൂട്ടിയുടെ ഐക്കോണിക് സിനിമകളിലൊന്നാണ് മൃഗയ. എന്നാൽ ചിത്രത്തിന് റീമേക്ക് സംബന്ധിച്ച കൂടുതൽ റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിട്ടില്ല. മൃഗയുടെ റീമേക്ക് ആണെങ്കിലും അല്ലെങ്കിലും സൂര്യയെ അമൽനീരദ് ഒന്നിക്കുക എന്നാൽ ആരാധകർക്ക് വലിയ ആവേശം നൽകുന്ന വാർത്തയായിരിക്കും എന്നുറപ്പാണ്. സൂര്യയുടെ മലയാളത്തിലേക്ക് എൻട്രി കൂടെയാണ് ഈ ചിത്രം മാറുന്നതെന്നും ആരാധകർ ആകാംക്ഷയോടെ വളർത്തുന്നുണ്ട്. റിപ്പോർട്ടുകളോട് സൂര്യയും അമൽനീരദോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അതേസമയം കങ്കുവ സൂര്യയുടെ ഒടുവിൽ തിയേറ്ററിൽ എത്തിയ സിനിമ ശിവ സംവിധാനം സിനിമ നാളിതുവരെ സൂര്യദേവ് പുറത്തിറങ്ങിയ ഏറ്റവും വലിയ സിനിമയാണ്. വലിയ ബജറ്റിലൊക്കെ സിനിമയുടെ സൂര്യയുടെ ലുക്ക് നേരത്തെ തന്നെ ചർച്ചയായിരുന്നു. എന്നാൽ വലിയ ഹൈപ്പോടെ തിയേറ്ററിലെത്തിയ സിനിമയ്ക്ക് കടുത്ത പരാജയം നേരിടേണ്ടി വന്നു.